അപകടം നടക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ മൃതദേഹം ഇവിടേക്ക് അല്ലെങ്കിൽ ജോയി ഇവിടേക്ക് ഒഴുകി വരാം എന്ന തരത്തിലുള്ള സൂചനകൾ ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നേരെ നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. നിരീക്ഷണങ്ങളുടെ ഭാഗമായുള്ള പരിശോധനകൾ ഉണ്ടായിരുന്നു. രാവിലെയും ഈ ആമയിഴഞ്ചാൻ തോടിന്റെ പല ഭാഗത്തും ഞാൻ രാവിലെ വരുമ്പോൾ വഞ്ചൂർ ഭാഗത്തൊക്കെ ഉദ്യോഗസ്ഥർ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥാംഗവും മറ്റും ഇവിടെ പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. അവരൊക്കെ ഇത്തരത്തിലൊരു സൂചന അവർക്ക് ഏതായാലും ഈ 130-140 മീറ്റർ നീളം വരുന്ന ടണലിൽ ജോയിയെ കണ്ടെത്താനാകാത്തതോടുകൂടി അവിടെ നിന്ന് ഒഴുകിപ്പോയിരിക്കാം എന്ന വിവരം ഉദ്യോഗസ്ഥർക്ക് അത്തരമൊരു ആലോചന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അത്തരം പരിശോധന നടത്തിയത്. അതിന്റെ ഭാഗമായാണ് ശ്രീചിത്ര പൂർ ഹോമിന്റെ പിൻവശത്തുള്ള ആമേഴന്തോടിന്റെ ഈ കൈവഴിയിൽ ജോയിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഏതായാലും അത്യന്തം ദാരുണമായ ഒരു സംഭവം. നഗരവാസികൾ ചെയ്യുന്ന അല്ലെങ്കിൽ നഗരവാസികൾ തോട്ടിലേക്ക് വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നീക്കാൻ ഒരു മനുഷ്യൻ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു. ആ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകേണ്ടി വന്നു. തീർച്ചയായും അതിദാരുണമായ സംഭവം. കൌൺസിലർ കൂടിയാണ് രാജേന്ദ്രൻ. അദ്ദേഹം ഇവിടെ മാധ്യമങ്ങളെ കാണുന്നത്. അദ്ദേഹം രാവിലെ ഇത് എങ്ങനെയാണ് കണ്ടത്? രാവിലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. ഞാൻ ഓടി ഇവിടെ വന്നപ്പോൾ ബോഡിയാണെന്ന് മനസ്സിലായി. ബോഡി അപ്പോൾ ഇങ്ങനെ കമന്ന് കിടക്കുന്നു. അപ്പോൾ ഞാൻ എല്ലാവരും വിളിച്ചു, പിന്നെ ഫയർഫോഴ്സിൽ വിളിച്ചു, പഞ്ചൂർ സ്റ്റേഷനിൽ വിളിച്ചു. അവരെല്ലാം വന്നു. ബാക്കി നടപടിക്രമങ്ങളെല്ലാം. എത്ര മണിക്കാണ് കണ്ടത്? ഒരു 8 മണിയായിരിക്കും. ചേട്ടന്റെ ശരിക്കും ഇവിടുത്തെ ഒരു അവസ്ഥ കണ്ടില്ലേ? ഇവിടുത്തെ മാലിന്യം കിടക്കുന്നത്. ഞാനിത് എല്ലാ കൌൺസിലും പറയുന്നുണ്ട്. പക്ഷെ പറയുമ്പോൾ ചില കൌൺസിലർമാർ എന്നെ കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്ന് വന്നാലും ഈ രാജേന്ദ്രൻ നായർക്ക് ഒരു ആമയിഴഞ്ചന്തോടുണ്ട് രാജേന്ദ്രൻ നായർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. മാറിയ തീരുന്നില്ല. ദിവസവും വൃത്തിയാക്കാറുണ്ട്. ഏതൊരു ഏജൻസി വൃത്തിയാക്കുന്നുണ്ട്. ആ നിൽക്കുന്ന അവരൊക്കെ തന്നെ എന്റെ ആളുകൾ അവരൊക്കെ വൃത്തിയാക്കുന്ന ആൾക്കാരാണ്. അവരെന്നും വൃത്തിയാക്കും. പക്ഷേ ഇതിനൊരു ശമനമില്ല. എന്നും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ നഗരസഭയെ കുറ്റം പറയാം, സർക്കാരിനെ കുറ്റം പറയാം, ജില്ലാ ഭരണകൂടത്തെ കുറ്റം പറയാം, റെയിൽവേ എല്ലാവരും കുറ്റം പറയാം. പക്ഷേ ഇത് വലിച്ചെറിയുന്ന ആരാണ് ചേട്ടാ ഇവിടെ? ഇവിടുത്തെ ജനങ്ങൾ തന്നെ. വേറെ ആരും ജനങ്ങൾ തന്നെ. വേറെ ആരും വലിച്ചെറിയും? ജനങ്ങൾ തന്നെ. അവർ തന്നെ പഠിച്ചേ പറ്റുള്ളൂ. അവരൊരു ശാശ്വതമായ പരിഹാരം കാണണമെങ്കിൽ ഇത് സ്ലാബിട്ട് മൂട തന്നെ വേണം. സ്ലാബിട്ട് മൂടിയാൽ അത് അശാസ്ത്രീയം എന്നുള്ള അവിടെ നമുക്ക് ക്ലീൻ ചെയ്യാനുള്ള ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനം ചെയ്തുകൊണ്ട് ചെയ്യണം. മുമ്പ് മന്ത്രിയുടെ മീറ്റിംഗിൽ പറഞ്ഞല്ലോ, നനയാത്ത വുഡ് കൊണ്ട് പേരലായിട്ട് മൂടാമെന്ന് പറഞ്ഞതാണ്. MLA ആന്റണി രാജുവിന്റെ കളക്ടറുടെ ചേംബറിൽ വെച്ച് ആന്റണി രാജുവിന്റെ മധ്യസ്ഥയിൽ പറഞ്ഞതാണ് മേനലായിട്ട് പേരലായിട്ട് മൂടാമെന്ന്. അതായത് നനഞ്ഞാൽ ചീത്തയാകാത്ത വുഡുണ്ട്, അത് വെച്ച് ചെയ്യാമെന്ന് അന്നത്തെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. പക്ഷെ അത് ചെയ്തില്ല. ഇടുന്ന നെറ്റും കൂടി എടുത്ത് മാറ്റിക്കൊണ്ട് പോയി. നെറ്റ് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു. ഈ ചവർ തള്ളാതിരിക്കാൻ വേണ്ടി. ഇവരുടെ വ്യാപാര സ്ഥാപനങ്ങൾക്കും പ്രധാന പങ്കില്ല. ഒരു വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങൾ മാത്രമല്ല. ഒരു സമയത്ത് മഴയത്ത് നോക്കുമ്പോൾ 2 ലാറി ആറഞ്ചാണ് വന്നത്. ഓറഞ്ച്, അഴുകിയ ഓറഞ്ച് ഇവിടെ ഈ ഭാഗത്ത് എനിക്ക് നിരന്ന് കിടക്കായിരുന്നു. പിന്നെ അത് കോർപ്പറേഷൻ ജീവനക്കാരെ കൊണ്ടാണ് കംപ്ലീറ്റ് കോരി മാറ്റിച്ചത്. ഇതാണ് അവസ്ഥ. ഇതാ വളരെ കൃത്യമായി ഇത് തന്നെയാണ് അവസ്ഥ. നഗരവാസികൾ ചെയ്യുന്ന ക്രൂരത എത്രത്തോളം. നഗരത്തിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളക്കെട്ടുണ്ടാകുമ്പോൾ ഇവിടെ ഈ മാലിന്യങ്ങൾ ഇവിടെ ഇറക്കി ചാക്കുകളിൽ ഇതാ കൊണ്ടുകളന്നല്ല, ഒരുപക്ഷെ ആരോ കൊണ്ടിട്ടതുപോലെ. ചേട്ടൻ 2-4 പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു. ഞാനിവിടെ സ്ഥിര താമസക്കാരനാണ്. ഈ വാർഡില് ഒരു പൊതുപ്രവർത്തകനുമാണ്. ഇവിടെ എല്ലാ വർഷവും ഇടിക്കും കെട്ടും. ഇവിടെ ഒരു ശീലമാണ് ഇവിടെ. എന്നിട്ട് വലിയ ബോർഡ് കൊണ്ടുവയ്ക്കും, ഞാനിത് ചെയ്തു എന്ന് പറയല്ലാതെ ഈ വേസ്റ്റ് ഒന്ന് മാറ്റാനോ ഇവിടെ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യാനോ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരുമില്ല. ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഞാൻ ഇത് ചെയ്യും, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, മറ്റേ ചെയ്യും, മറിച്ച് ചെയ്യുമെന്നല്ലാതെ ഇവിടെ ആരുമില്ല. ചേട്ടാ അവർ ചെയ്യേണ്ടത് മാറ്റണം. പക്ഷെ ഇവിടെ കൊണ്ട് ഇടുന്ന ആര് ചേട്ടാ? ഇത് ഒരാൾ കൊണ്ട് ഒരു കൌൺസിലറോ മേയറോ ഒന്നും കൊണ്ടിടുന്നല്ല. പറഞ്ഞാലൊന്നും ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് പറയാനേ പറ്റുള്ളൂ. ഈ നാട്ടുകാരെന്താണ് പറയാനേ പറ്റുള്ളൂ. ഇവിടെ ക്ലീനിങ് ഒന്നും നടക്കണമെന്നില്ല. ഒരു ക്ലീനിങ് നടക്കണില്ല. അതൊന്നും നടക്കണില്ല. ഇവിടെ അതൊന്നും നടക്കണമെന്നില്ല. ഇവിടെ മുഴുവൻ കുഴപ്പം തന്നെയാണ്. ഇത് അത്രയും ആൾക്കാർ കൊണ്ടുവരും, വേസ്റ്റ് ഇടം പോവും. അല്ലാതെ ഇവിടെ വേറെ ഒന്നുമല്ല നടക്കണത്. ഈ വാർഡിനകത്ത് കൌൺസിലർ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം അതനുസരിച്ച് പോകുന്നില്ല. ഇത് തന്നെയാണ് ഇപ്പോൾ ഈ പരസ്പര പഴിചാരലും തർക്കങ്ങളൊക്കെ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കാരണം ആർക്കും ഒരു കേരളത്തിന്റെ വലിയ വികസനത്തിലേക്ക് കുതിക്കുന്ന സംസ്ഥാനമെന്ന പെരുമയുണ്ട്. മാലിന്യ ശുചീകരണത്തിൽ നമ്പർ 1 എന്ന് പലപ്പോഴും അവകാശപ്പെടുന്ന ആ പെരുമയുണ്ട്. വിദ്യാഭ്യാസത്തിലും സാക്ഷരതയിലും ഒക്കെ മുന്നിൽ നിൽക്കുന്ന നാടെന്ന പെരുമയുണ്ട്. പക്ഷെ ആ പെരുമയെല്ലാം ചോദ്യം ചെയ്യുന്ന, ആ പെരുമയിലേക്കെല്ലാം വിരൽ ചൂണ്ടുന്ന, ചോദ്യചിഹ്നമായി മാറുന്ന ഒരു കാഴ്ചയാണ്. ജലാശയത്തെ എത്രയധികം മലിനമാക്കാം, മാലിന്യങ്ങൾ
മാലിന്യങ്ങൾ എത്ര നിസ്സാരമായി ഈ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയാമെന്ന് കാണുന്ന കാഴ്ച ഇപ്പോൾ അതിന്റെ ജീവനക്കാർ ഒരുപക്ഷെ കരാർ ജീവനക്കാരനാകാം അദ്ദേഹം നീക്കം ചെയ്യുകയാണ്. പക്ഷേ ഒരാൾക്ക് നമുക്കറിയാം ആ ദിവസം നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകൾ 46-47 മണിക്കൂറുകളിൽ നമ്മൾ തമ്പാനൂർ കണ്ട കാഴ്ച എത്രത്തോളം ബുദ്ധിമുട്ടിയാണ് അവിടെ നിന്ന് ആ മാലിന്യങ്ങൾ നീക്കാനായത്. ഇപ്പോഴും ആ ടണലിന്റെ 130-140 മീറ്റർ വരുന്ന ആ ടണലിൽ മാലിന്യമല ഒരു തരത്തിലും മാറ്റാൻ കഴിയാത്ത തരത്തിലൊരു പാറക്കല്ല് രൂപപ്പെട്ടതുപോലെ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടി കിടക്കുന്നു അവിടെ. ആ അവസ്ഥയാണ് പലയിടത്തുമുള്ളത്. ഇവിടെയും ഇതുപോലെ തന്നെ കിടക്കും. ഇതിന് തൊട്ട് പിന്നിലുള്ളത് ശ്രീചിത്ര പൂർവ്വമാണ്. അതായത് വളരെ സാധാരണക്കാരായ വളരെ പാവപ്പെട്ടരായ അക്ഷരരായ കുട്ടികൾ ഉൾപ്പെടെ താമസിച്ച് പഠിക്കുന്ന ഒരു അനാഥാലയമാണ് ശ്രീചിത്ര പൂർവ്വം. അതിന്റെ പിറകുവശത്താണ് ഈ ഇങ്ങനെ മാലിന്യങ്ങളൊക്കെ. എന്തുകൊണ്ട് ആളുകൾക്ക് അസുഖങ്ങൾ വരുന്നു, എന്തുകൊണ്ട് രോഗങ്ങൾ പടരുന്നു എന്നതിന് നമ്മൾ മറ്റൊന്നും പോകേണ്ട കാര്യമില്ല. ഇത്തരത്തിൽ മലിനമാക്കപ്പെടുന്ന ജലാശയങ്ങളും അതുവഴി നഷ്ടപ്പെടുന്ന വെള്ളത്തിന്റെ ഒഴുക്കും വെള്ളപ്പൊക്കവും ഒക്കെ തന്നെയാണ് ഇതിന് പ്രധാന കാരണം. അശ്വതി, അതാണ് തകരപ്പറമ്പിൽ നിന്നുള്ള അതിഭീകര ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത്രയധികം മാലിന്യം ഒരിടത്ത് കെട്ടിക്കിടക്കുന്നു, അതൊരു ജലാശയമാണോ എന്ന് പോലും നമുക്ക് സംശയം തോന്നുന്ന രീതിയിൽ അത്രയധികം ദൂരത്തിൽ അത്രയധികം കനത്തിൽ അവിടെ മാലിന്യം കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ്. ചാക്ക് കണക്കിന് മാലിന്യം അവിടെ കൊണ്ട് തള്ളിയിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. അരുൺ, ജോയ്ക്ക് നീന്തൽ അറിയാമായിരുന്നു, എന്നിട്ട് പോലും ജോയ്ക്ക് നീന്തി കയറാനായില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാം. അബദ്ധം പറ്റി ആരെങ്കിലും അങ്ങോട്ടേക്ക് വീണു പോവുകയാണെങ്കിൽ എത്ര നീന്തൽ അറിയാവുന്നയാളാണെങ്കിലും നീന്തി കയറാനാകാത്ത വിധം കുമിഞ്ഞുകൂടിയിരിക്കുകയാണ് അവിടെ മാലിന്യം.